മൊത്തത്തിൽ 80 റൂമുകളുള്ളൊരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വെറും ഒരു വീടല്ല അല്ലേ, ചെട്ടിയാർ ഫാമിലിയിലെ എയർ ഹൗസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഏക്കർ 10 സെന്റിലാണ് ഈ ഒരു വീട് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. 54 ഗ്രാമങ്ങൾക്ക് ജമീന്ദാറായിരുന്നു ഇദ്ദേഹം. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ഡയമണ്ട് വ്യാപാരി കൂടെ ആയിരുന്നു. അതായത് ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ്ങിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഈ അങ്കിള് നമ്മളെ ഇവിടെ ഇങ്ങനെ കാണിച്ചു തന്നത്, ഇദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത്. ഇനി നമുക്ക് വീടിനകത്തെ കുറെ വിശേഷങ്ങൾ കാണാം. ബാ, ഈ കാണുന്ന ആർച്ച് എന്ന് പറയുന്നത് ഒരു മരത്തില് 5 കാർപ്പൻ്റർ ചേർന്നിട്ട് 7 വർഷം പണി കഴിച്ചിട്ടാണ് ഈ ഒരു രൂപമാറ്റം വരുത്തിയത് അല്ലേ. ഇതാണ് നമ്മൾ കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു വഴി. പക്ഷെ ഇത് കുറച്ച് ഡാമേജ്ഡ് ആയി കിടക്കുവാണ്, എല്ലാം റിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇതാണ് ആദ്യ കാലத்துல 300 வருஷத்துக்கு முன்னாடி உள்ள அடுப்புங்க. ഓ, 300 വർഷം മുമ്പുള്ള അടുപ്പാണ് കേട്ടോ. എന്താണെന്നോ, ഈ ഇരിക്കുന്ന പടങ്ങളെല്ലാം രാജാരവിവർമ്മ വരച്ചു കൊടുത്ത പടങ്ങളാണെന്നാ പറഞ്ഞത്. അതായത് 300 വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങളാണ്. ഈ ഇരിക്കുന്നത് നമ്മുടെ ജമീന്ദാറിന്റെ മുത്തച്ഛനാണ് ഇരിക്കുന്നത്. അപ്പൊ കൂട്ടുകാരാണ് നമ്മൾ കാണാൻ പോകുന്നത് എയർ ഹൗസ് ആണ്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഹൗസാണ്. ഏതാണ്ട് 300 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. ഞാൻ എന്താണ് വരാന്ന് വെച്ചാൽ ഏറ്റവും എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഒറ്റ തടിയിൽ 5 തച്ചന്മാർ ചേർന്ന് 7 വർഷം കൊണ്ട് പണി കഴിപ്പിച്ച ഒരു കവാടം ഇവിടെയുണ്ട്. അത് കാണാനാണ് ഞാൻ വന്നത്. അതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. കുറേ ചരിത്രങ്ങളും കുറേ ഐതിഹ്യങ്ങളും കൊത്തി വെച്ചിരിക്കുന്ന ഒരു, അതായത് മൈന്യൂട്ടായിട്ട്, അതായത് നേർക്കണ്ണിൽ കാണാൻ പറ്റുന്ന മൈന്യൂട്ടായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു എന്താ ആർച്ച് ഉണ്ട് ഇതിനകത്ത്. അത് നമുക്ക് ആർച്ച് നമ്മൾ വീട്ടിലെ കട്ടള എന്ന് പറയത്തില്ലേ, ആ ഒരു കട്ടളയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് 7 വർഷം കൊണ്ട് 5 തച്ചന്മാരിന്ന് ഒറ്റ തടിയിൽ ചെയ്തതാണ്. അത് മാത്രമല്ല 2 നിലകളിലായിട്ട് 80 മുറികളുണ്ട്. 80 മുറികൾ ചേർന്നിട്ടാണ് ഈ ഒരു എയർ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. അന്നേരം ഒരു അത്ഭുത നിർമ്മിതിയാണ് ഈ നിർമ്മിതിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതെ അതെ അതെ. അന്നേരം കമന്റ് ഷെയർ ചെയ്തോ. ഇന്നും 2 സമ്മാനമുണ്ട് നമ്മളെ മറിയാസിന്റെ അല്ലേ. എന്തൊക്കെയാണ്? ഒന്ന് റോസ്മേരി വാട്ടറും, ഇതാണ് ഒരു ഷാമ്പു ആണ്. ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുളസിയും പിന്നെ ഉലുവയും കൂടെ ചേർന്നിട്ട്, രണ്ടും കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ഒരു ഷാമ്പു ആണ്. നമ്മുടെ ഡാൻഡ്രഫിനൊക്കെ നിന്ന് നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ മറിയാസിന്റെ ഷാമ്പു. 5 കാർപ്പൻ്റർ 7 വർഷം ചെഞ്ചത്. 5 കാർപ്പൻ്റർ ചേർന്നിട്ട് 7 വർഷം കൊണ്ട് പണിതെടുത്തതാണ് ഈ കാണുന്ന ഈ ഒരു ആർച്ച്. ഒരേ മരം, ഒരു മരത്തില്. ഓ ശരി ശരി. അതായത് ഈ കാണുന്ന ആർച്ച് എന്ന് പറയുന്നത് ഒരു മരത്തില് 5 കാർപ്പൻ്റർ ചേർന്നിട്ട് 7 വർഷം പണി കഴിച്ചിട്ടാണ് ഈ ഒരു രൂപമാറ്റം വരുത്തിയത് അല്ലേ. இதுல வந்து கஜலட்சுமி, நடராஜர், வள்ளி தெய்வானை, சிவன் பார்வதி, வெங்கடாச்சலபதி, 63 நாயக்கமார், 2 சைடில் ஐயனார். இது வந்து வாழை மரம், வாழைப்பூ. ஓ சரி சரி. அப்புறம் வந்து இது வந்து யாழி. இதனுடைய வடிவம் வந்து யாழி. ஓகே. இது உத்தராஜம். இது ஈகல், கழுகு. ஓகே. இது கழுகு. இது மானு. தெரியுதா? இது வந்து அன்னப்பச்சி. இந்த குத்துவழக்கில் தெரியுதுல்ல, அது பச்சி. இது வந்து ஆந்தைன்னு சொல்றது, அதாவது நைட்டில் வாழக்கூடியது ஒரு பறவை. இது மயில். ஓகே ஓகே. இது யானை. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. നമ്മൾ വിചാരിക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എന്തൊക്കെയോ, പക്ഷെ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതെ അതെ. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുകളിൽ ഇരിക്കുന്ന എല്ലാം ഓരോ ദൈവങ്ങളാണ് കേട്ടോ. അകത്തോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 2 സൈഡിലും കുറേ പഴമ തോന്നിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയ രാജകുടുംബങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലൊക്കെ കാണിച്ചു കൊടുക്കുക. ഇവിടെയും പഴയതുപോലെ നമ്മുടെ ഇങ്ങനെ കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ട് പണ്ടത്തെ ആ ഒരു, എനിക്ക് ഇതാ തോന്നുന്നു, ഈ രാജകുമാരൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക് ആ 2 സൈഡിൽ ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് സിനിമ മങ്ങിയ പ്രകാശത്തിലാണ് ഇതിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടുത്തെ തടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്താണ് അമേസിംഗ്. കാരണം ഇതിന്റെ ചുറ്റളവൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-25 ഇഞ്ചോളം കാണുമായിരിക്കും ഈ തടിയുടെ കാനമേ. എല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങൾ ഇച്ചിരി സൗണ്ട് കുറച്ച് പറയുന്നത് വെച്ചാൽ ഭയങ്കര ബാസ് ആയിരിക്കും, ഭയങ്കര എക്കോ ആയിരിക്കും. അത് ഇതിപ്പം നല്ല തടിയിലാണ്. ഇവിടുത്തെ തൂണുകളെല്ലാം ചെയ്തിരിക്കുന്നത് തടിയിലാണ് കേട്ടോ. ഒരുപാട് തൂണുണ്ട്. 2, 4, 6, 8 തൂണ്
ഉണ്ട് ഇതിൽ പുറത്ത് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. മേളിലോട്ടൊന്ന് കാണിച്ചു കൊടുത്തത്, ഇതിന്റെ കൊത്തുപണികളൊന്ന് കാണിച്ചു കൊടുത്തത്, എന്താ ഭംഗിയായിട്ടാ. ഇത് ഇവിടം വരെ ഉള്ളൂ, ഇവിടെ ഇങ്ങോട്ട് പ്ലെയിൻ ആണ്, പക്ഷെ ഇവിടുന്ന് മേളിലോട്ട് കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ ഒരു തൂണെന്ന് പറയുന്നത്. പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിന്റെ ഉടമകളായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അതെ അതെ, ഇദ്ദേഹത്തിന്റെ മകളാണ് ഇതിനിപ്പോ ഓണറായിട്ടിരിക്കുന്നത്. അവര് ചെന്നൈയിലായിരിക്കുന്നത്, IT കമ്പനി മാനേജർ. ഓക്കെ, இந்த பக்கம் வருவாரா அவரெல்லாம்? ஸ்கூல் லீவு, ஃபங்க்ஷன், கல்யாணம், இந்த இடத்துல வந்து தங்குவாரு. இதுக்குள்ள மட்டும் 28 ரூம் இருக்கு. ഇതിനകത്ത് മാത്രം 28 റൂം ഉണ്ടോ? 28 ரூம். ஒன்னொன்னுக்குள்ள டபுள் ரூமா? பெட்ரூம் கிடையாது, எல்லாம் ஸ்டோரேஜ் ரூம் தான். എല്ലാം സ്റ്റോറേജ് റൂമാ, സ്റ്റോർ റൂം പോലെ. ஸ்டோர் ரூம். அத பித்தளை பாத்திரம், அலுமினிய பாத்திரம், மங்கு பாத்திரம், மெத்தை, തലകാണി, அப்படி ஒவ்வொன்று 2 റൂം 3 റൂം. ഇത്രയും പഴക്കമുള്ള സാധനങ്ങൾ തന്നെയാണോ? അതായത് നിലവിൽ എത്ര വർഷം പഴക്കം സ്ഥലത്ത് இந்த കെട്ടിടത്തിന്? ഇത് வந்து 280. 280 ഓക്കെ. 280 വർഷത്തോളം പഴക്കം ചെന്നൊരു വീടാണല്ലേ. 280 വർഷത്തോളം പഴക്കമുള്ള ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇദ്ദേഹമാണ് ഈ നമ്മളിപ്പം നിൽക്കുന്ന വീടിന്റെ ഓണർ. അതായത് ഇദ്ദേഹം AR ചെട്ടിയാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ തലമുറകളാണ് ഈ ഇരിക്കുന്ന ഫോട്ടോസിലുള്ളത്. അതായത് ഇദ്ദേഹത്തിന്റെ മകനാണ് ഇത്. അല്ലല്ല, സോറി, ഇദ്ദേഹത്തിന്റെ മകനോ അങ്ങനല്ലേ പറഞ്ഞു? അങ്ങനെ എന്തോ ആണ് സംതിങ്, എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ വലിയ ഫോട്ടോ ആയിട്ട് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്, കാണിച്ചു കൊടുത്തേ. ഇതിനകത്ത് ഒരുപാട് പഴമ നിറഞ്ഞ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതായത് ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് പാത്രങ്ങൾ, അവരുടെ ഐതിഹ്യങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ 28 റൂം ഉണ്ടെന്നാണ് പറഞ്ഞത്. 28 റൂം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്നും ബെഡ്റൂമുകളല്ല, എല്ലാം സ്റ്റോർ റൂം പോലെ, അതായത് ഡബിൾ റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ ഇനി നമുക്ക് കാണാനായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ചോദിക്കാമേ. இந்த இடத்துல 28 റൂം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഈ 28 റൂം എന്ന് പറഞ്ഞാൽ ഈ ഒരു റൗണ്ടിൽ മാത്രമാണ്. ഇതിന്റെ മേളിലും റൂമുകളുണ്ട്. മൊത്തത്തിൽ 80 അല്ലേ? മൊത്തത്തിൽ 80 റൂമുകളുള്ളൊരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വെറും ഒരു വീടല്ല അല്ലേ, ചെട്ടിയാർ ഫാമിലിയിൽ AR ഹൗസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു വീട്ടിലാണ് നിൽക്കുന്നത്. അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ, ഫോട്ടോഷൂട്ട്, വെഡ്ഡിങ്ങിന് എല്ലാത്തിനും ഇവരിത് വിട്ടുകൊടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓപ്പൺ ഏരിയ ആണ്. എന്താണ് മലയാളത്തിൽ ഒരു സംഭവം പറയല്ലോ, ഇത് എന്നത് തമിഴിൽ എന്നത്? ഇത് തമിഴിൽ வந்து മുറ്റം. ഇത് തമിഴ്. നമ്മൾ മലയാളത്തിൽ നടുമുറ്റം എന്നാണ് പറയുന്നത്. ഇതിനകത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം വീഴും അല്ലേ? വെള്ളം വീഴും. നമുക്ക് അടിപൊളിയാണ് കേട്ടോ. அந்த பக்கம் எல்லாம் வந்தா போயிடும் ഫുള്ളായി. മനസ്സിലായി. ഓപ്പൺ பண்ணோம்னா வெளியாயிரும். ശരി. ദേ അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന വെള്ളം ഒലിച്ച് അതിലും വഴി അങ്ങ് പോയിക്കോളുവേ. നമ്മൾ ശരിക്കും നമ്മളുടെ നാട്ടിൽ നടുമുറ്റം എന്ന് പറയുന്നത് ഇവിടത് മുറ്റം എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്കിനി അകത്ത് പോയിട്ട് വേറെ വിശേഷങ്ങൾ ചോദിക്കാം. അതെന്തുവാ? 130 കിലോ കാപ്പർ. 130 കിലോയുടെ കോപ്പറോ? കാപ്പർ. செம்புன்னு சொல்ற. ചെമ്പ്. 140 കിലോ ഉണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, നമുക്ക് അകത്ത് പോയിട്ട് വിശേഷം കാണാം. തുറക്കാൻ പറ്റുമോ? இதை சொல்கிறேன், இது இல்லை மைக்கில் சொல்கிறேன்னு நான் சொல்கிறேன். இது தண்ணி வந்தால் இதில் பிடிச்சி வெப்பிக்கிறது. ஓப்பன் பண்ணி. അതായത് വെള്ളം വരുമ്പോഴത്തേക്കും അതിൽ കൂടെ പിടിച്ചിട്ട് ഇതിനകത്ത് വെക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണ്. അതെ. ഇതെല്ലാം ഓരോ റൂമുകളാണല്ലേ? ഇത് ഒരു റൂം, இதுக்குள்ளார ஒரு ரூம் இருக்கு. നമുക്ക് അകത്ത് തുറന്ന് കാണാൻ പറ്റില്ല അല്ലേ? இந்த ரூம் பூரா சாவி நம்மள்ட்ட இல்லை. அவர் வந்து அப்போவே டைமண்ட் டைரக்ட் இம்போர்ட்டட், അതായത് ഡയമണ്ട് സെയിൽസ്. ഡയമണ്ടിന്റെ സെയിൽസ് ആണോ? മനസ്സിലായി. ഓക്കെ, ഫൈൻ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് ഡയമണ്ടിന്റെ സെയിൽസ് ആണ്, ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് സെയിലാണ് പരിപാടി. അപ്പം നമ്മൾ പറയണ്ടല്ലോ അല്ലേ? അതായത് അദ്ദേഹം 54 ഗ്രാമങ്ങൾക്ക് തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ജമീൻ. ബ്രിട്ടീഷ്ക്ക് മുന്നാലെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. അത്രയും വർഷം പഴക്കമുള്ള കാര്യം പറഞ്ഞത്. ശരി.
54 ഗ്രാമങ്ങൾക്ക് ജമീന്ദാറായിരുന്നു ഇദ്ദേഹം. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ഡയമണ്ട് വ്യാപാരി കൂടെ ആയിരുന്നു. അതായത് ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ്ങിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഈ അങ്കിള് നമ്മളെ ഇവിടെ ഇങ്ങനെ കാണിച്ചു തന്നത്, ഇദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത്. ഇനി നമുക്ക് വീടിനകത്തെ കുറെ വിശേഷങ്ങൾ കാണാം. ബാ. എല്ലാം ഭയങ്കര എല്ലാം ഭയങ്കര പഴമ തോന്നിക്കുന്നതും പിന്നെ നമുക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളുമാണ് കേട്ടോ. ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതിന് എത്ര വർഷം പഴക്കമുണ്ടെന്നായിരുന്നു പറഞ്ഞത്? இந்த வீடுக்கு 280 வருஷத்தினுடையது. 280 வருஷத்துக்கு கூடுதலாகவே இருக்குது. ஆனால் 280 வருஷத்தினுடைய அக்கௌண்ட்ஸ் கணக்கு தான் பார்த்துருக்கோம். அப்போவே 10 கணக்கு பிள்ளை அக்கௌண்ட்ஸ் கணக்கு எழுத்துறவங்க. இந்த 3 റൂമുമേ അക്കൗണ്ട്സ് தான் இருக்குது. ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്, നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 റൂമിനകത്ത് ഇരിക്കുന്നത് അതായത് 280 വർഷത്തിന് മുകളിലായി ഈ വീടിൻ്റെ അക്കൗണ്ട്സ് ചരിത്രമാണ് ഈ 3 മുറികളിലായിട്ട് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ എല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അഗ്രഹാരം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു വീടുകൾ കാണത്തില്ലേ, ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഒഴുകി പോകാനായിട്ടാണ് ദാണ്ട് അവിടെ അത് വെച്ചിരിക്കുന്നത്. അത് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് വെള്ളമെല്ലാം താഴേക്ക് പോയിക്കോളും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ 2 സൈഡിലും കാണാം, നിങ്ങൾക്ക് ഒരുപാട് തൂണുകൾ കാണാം. ഈ തൂണിൻ്റെ അപ്പുറത്ത് നമ്മളിങ്ങനെ ബാൽക്കണി അല്ലെങ്കിൽ ഇടനാഴി പോലുള്ള സാധനങ്ങളുണ്ട്. അതിൻ്റെ നടുക്ക് പിന്നെ ഒരു നടുമുറ്റം പോലെ വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് പിന്നെ അകത്തോട്ട് വേറൊരു റൂം പോലെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ വിശേഷം കാണാം. അവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് റൂമും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഹോളായിട്ട് ഇട്ടിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു കല്യാണങ്ങൾ നടക്കുന്നത്. ഇത് ഭോജന ഹാൾ. ഓ, ഇതിനകത്താണോ ആഹാരം കഴിക്കുന്നേ? ഇത് കല്യാണം, கல்யாணங்கள் மற்ற பெரிய விசேஷங்களுக்கு வந்து இதில் தான் சாப்பாடு போடுறது. ஒரு ட்ரிப்புக்கு ஒரு ரவுண்டு வந்து 130 பேர் சாப்பிட்லாம். അതായത് ഇവിടെ പെരിയ ഇല തഞ്ചാവൂർ ഇല പൊട്ട്. ഓ, മനസ്സിലായി. ഞാൻ പറയാം ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്താണ് കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭക്ഷണം കൊടുക്കുന്നത്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കൊടുക്കില്ലേ, അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഭക്ഷണശാലയാണ്. അത് മാത്രമല്ല, ഇത് തഞ്ചാവൂർ ഇലയിലാണ്, അതായത് നീളമുള്ള തഞ്ചാവൂർ ഇലയിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. ഒരു ട്രിപ്പിൽ ഏതാണ്ട് 120 പേർക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഹോളാണ് ഈ കാണുന്നത്. ഇറ്റാലിയൻ നാട്ട് പാൾ സീലിംഗ്, ലൈറ്റ് ഫാൻ എല്ലാം ഇംഗ്ലണ്ട്. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഈ മേളിലോട്ട് നോക്കിയേ, മേളിൽ കാണിച്ചിരിക്കുന്ന ആ സീലിംഗ് ഇല്ലേ, ഇത് ഇറ്റാലിയൻ സീലിംഗ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്ന ഫാന് ലൈറ്റ് ഒക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് കഴിഞ്ഞത്. ഫാനെല്ലാം കണ്ടീഷൻ വർക്കിംഗ്. ഇത് ജർമ്മനിലെന്ത് കൊണ്ടുവന്ന മൊസൈക്ക്. ഈ ഇട്ടിരിക്കുന്ന ടൈല് മുസൈക്ക് ആണല്ലേ? മുസൈക്ക് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നത്. അതായത് 16 രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു AR ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയായിരുന്നു ഇത്ര സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു വീട് വേറെ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഇത്തിരി ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. இந்த வீടിனுடைய அளவு 1 ഏക്കർ 10 സെന്റ്. ഈ ഒരു വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ഏക്കർ 10 സെന്റിലാണ് ഈ ഒരു വീട് ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. 2 അങ്ങോട്ട് 1 3, இதுக்கு பின்பக்கத்தில் 1 4, அதுக்கு பின்பக்கத்தில் 1 5, அதுக்கு பின்பக்கத்தில் 1 6. மொத்தம் பெருசாக 3, சின்னது 3, மொத்தம் 6 கட்டு வீடு. அது அந்த 6 முற்றம் உள்ளது. ഈ വീട് ശരിക്കും പറഞ്ഞാൽ 6 കെട്ട് വീട്. നമ്മൾ ശരിക്കും 4 കെട്ട് വീടൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഇത് ശരിക്കും 6 കെട്ട് വീടാണ്. ഇദ്ദേഹം പറയായിരുന്നു ഇത് ഒരു മുറ്റം, അടുത്തത് രണ്ടാമതൊരു മുറ്റം, അതിൻ്റെ അപ്പുറത്ത് വേറൊരു മുറ്റം, പിന്നെ അവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് അതുപോലെ തന്നെ 3 മുറ്റം, അങ്ങനെ മൊത്തം 6. അങ്ങനെയാണ് 6 കെട്ട്. ഓക്കെ. இது எங்க போற வழி? மேலே போகிறது நான் சொல்கிறேன். இது வந்து உங்கள்கிட்ட சொல்கிறேன், அப்புறம் நீங்கள் எக்ஸ்பிளைன் பண்ணுங்க. இது வந்து தான் இந்த வீடினுடைய മാപ്പ് മോഡൽ. ഈ ഒരു കണ്ണാടിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ
എന്താ സ്ട്രക്ചറാണ് ഈ ഒരു കണ്ണാടി എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഫുൾ ഭാഗം കാണുന്നത് നമ്മളിപ്പോൾ നടുമുറ്റം എന്ന് പറഞ്ഞില്ലേ, ആ ഭാഗമാണ്. ഇപ്പുറത്തെ ഭാഗം ഇപ്പം നമ്മൾ പോയിട്ട് വന്ന ആ ഒരു ഭാഗത്തെയാണ് കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ചെന്ന് രണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലായിരുന്നു ആ രണ്ട് ഭാഗത്തെ. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തും ഇതേപോലെ തന്നെ ഉണ്ട്. ഇവിടോട്ട് നമ്മളിനി പോകാൻ പോകുന്നത്. അതായത് ഈ കണ്ണാടിയാണ് ഈ ഒരു വീടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഈ കണ്ണാടി കൊണ്ടുവന്നിരിക്കുന്നത് ബെൽജിയത്തിൽ നിന്നാണ്. അപ്പം ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് ചെയ്തെടുപ്പിച്ചതാണ് ഈ ഒരു കണ്ണാടി ഈ ഒരു രൂപത്തിലേക്ക്. അതായത് ഈ ഒരു കണ്ണാടിയുടെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഫുൾ ഏരിയ കവർ ചെയ്തിട്ട്, അതായത് അതിൻ്റെ ഒരു മാപ്പ് പോലെ, ഈ ഒരു വീടിൻ്റെ മാപ്പ് പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇത് വുഡൻ്റെ ഒരു എന്തായിരുന്നു പറഞ്ഞു തന്നത്? ഓക്കെ, ഡിസൈൻ പെട്ടകം. ഇത് വുഡന്റെ ഒരു റോസ് വുഡ് പെട്ടകമാണ്. അതായത് ഇതിൽ നിറച്ച് കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ മനസ്സിലാവും ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് വുഡാണ്, തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ஓ இப்போ பெரிய பாத்திரமா இருந்தா இப்படி வச்சுக்கிறோம். வச்சுக்கிறேன். ഓക്കെ ഓക്കെ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ശരിക്കും അടുപ്പാണ്. ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ചെറിയ പാത്രങ്ങൾ വെക്കുമ്പോൾ ഇത് രണ്ടെണ്ണം മാത്രമായിട്ട് വെക്കാൻ പറ്റും. വലിയ പാത്രങ്ങളാകുമ്പോഴത്തേക്കും ഒരെണ്ണം കൂടെ എടുത്തിട്ട് വലുതാക്കാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞത്. ഇത് ശരിക്കും അടുപ്പാണ് സാധനം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൂന്നാമത്തെ നടുമുറ്റത്തിലാണ്. മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ആ കണ്ണാടിയിൽ കണ്ടില്ലായിരുന്നോ, അതിൻ്റെ സ്ട്രക്ചറാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം മൂന്നാമത്തെ നടുമുറ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ LED TV അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഒരു 80കളിലെ TV കാണിച്ചു തരാം. ബാ, ഇതേ ഇതാണ് 80കളിൽ അവർ യൂസ് ചെയ്തിരുന്ന TV ആണ്. നോക്കി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്. നോക്കി, ആ ഒരു പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ചാനലുകളൊക്കെ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കത്തില്ലേ, അതാണ് സംഭവം. ഇത് 80കളിലെ TV ആണേ. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെയും ഇതേപോലെ തന്നെ റൂമുകളുണ്ട്. ഈ റൂമിനെല്ലാം അകത്ത് വേറൊരു റൂം കൊണ്ടുണ്ട്. അതായത് ഒരു റൂമിൽ തന്നെ 2 റൂം വീതമാണ് ഉള്ളത്. എന്നിട്ട് ഈ റൂമിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വേറൊരു ചെറിയ കവാടം പോലെ ഉണ്ട്. അതെന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇവർ നെല്ല് സംഭരിച്ച് വെച്ചിരുന്ന സ്ഥലമായിരുന്നു. അതായത് ഈ 3 ഡോറിലും നെല്ല് സംഭരിച്ച് വെച്ചിരുന്നു. ഇവർ ആവശ്യാനുസരണം എടുക്കുന്നത് വേറൊരു രീതിയിലാണ്. അത് അപ്പുറത്ത് ചെന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. നമുക്കത് പോയി കാണാം. നമ്മൾ അടുത്ത ഒരു എന്താ പറയുന്നത് ഓപ്പൺ ഏരിയയിലേക്കാണ് പോകുന്നത്. അതായത് 3 എന്നല്ലേ പറഞ്ഞത്, ഇത് 4ാമത്തെ ഓപ്പൺ ഏരിയ ആണേ. இது ஒரு கட்டு இந்த காமிக்கிறேன். இது பார்த்துட்டுங்க, அப்புறம் நீங்கள் இது பண்ணிக்க. ஓகே, இதுதான் மேலே நெல் கொட்டுறது. இது அது நான் உங்கள்கிட்ட காமிச்சிடுறேன், அப்புறம் நீங்கள். ஓகே ஓகே. இது வந்து ஒரிஜினல் முட்டை செவரு. முட்டை பெயிண்ட் கிடையாது, எக் வாஷ். எக் வாஷோ? அப்போ உள்ளது முட்டை சுண்ணாம்பு. அப்போ உள்ள இது ஒரிஜினல் பெயிண்ட் கிடையாது. இதுதான் 300 வருஷத்து செவரு. ஓஹோ, சரி சரி. இந்த ரூமு இதில் வந்து மேலே நெல் கொட்டிட்டா அது எடுக்கிறது இதில். இது ரூம் எவ்வளோ பெருசோ அதே பெருசு அங்கேயும் இருக்கும், மேலேயும். இந்த பக்கமும் ஓப்பன் பண்ணலாம், அந்த பக்கமும் ஓப்பன் பண்ணலாம். ഇത് വന്ന് കീഴെ നെല്ല് കൂടെ വെച്ച് കുടിച്ചിട്ട്. ഓക്കെ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മുമ്പേ പറഞ്ഞില്ലേ നെല്ല് സംഭരിച്ച് വെക്കുന്നതെന്ന്. അത് എവിടെ നിന്നാണ് നെല്ല് സംഭരിച്ച് വെച്ചിട്ട് അത് എങ്ങനെയാണ് ഇവർ എടുക്കുന്നതെന്നുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. ദേ ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഹോള് നിങ്ങൾ കാണുന്നില്ലേ? ആ ഹോളിൽ കൂടെയാണ് ഇതിങ്ങനെ അടച്ചു വെക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ അടച്ചു വെക്കാനായിട്ട് പറ്റും. ഇത് നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും ഇതുവഴി നെല്ല് താഴോട്ട് വരും. അപ്പോൾ അവരിവിടെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും ആ നെല്ല് സ്റ്റോർ ചെയ്ത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ സേഫായിട്ട് അത് എടുക്കാനായിട്ട്. പിന്നെ ഈ റൂമിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 300 വർഷം പഴക്കമുള്ള ഒരു റൂമാണ്. ഇത് എഗ് വൈറ്റ് ഇല്ലേ, എഗ് വൈറ്റും ചുണ്ണാമ്പും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ഭിത്തി ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതായത് എന്താ പറയാ, ഈ കാണുന്ന ഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ണാമ്പും എഗ് വൈറ്റ് ഇല്ലേ അതും കൂടെ ചേർത്ത്. നിങ്ങൾ ഈ കാണുന്ന വൈറ്റ് കളറ് ശരിക്കും പെയിന്റ് അല്ല, ഇത് എഗ് വൈറ്റും ചുണ്ണാമ്പും കൂടെ ചേർന്ന് എന്താ പറയുക ഒരു മിശ്രിതം പോലെ ആക്കിയിട്ട് തേച്ച് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഒരിക്കലും പെയിന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് 300 വർഷം പഴക്കമുണ്ട്. യാതൊരു കേടുപാടുമില്ല. അതേ ഷൈനിങ്ങോടെ തന്നെയാണ് നിൽക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഈ വീടിൻ്റെ 4 സൈഡിലും കിച്ചൺ ഉണ്ട്. അതിൽ 3 എണ്ണം മാത്രമേ ഇവർ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കത്തുള്ളൂ. ഒരെണ്ണത്തിന് വേറൊരു
വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. ഇതാണ് നമ്മൾ കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു വഴി. പക്ഷെ ഇത് കുറച്ച് ഡാമേജ്ഡ് ആയി കിടക്കുവാണ്, എല്ലാം റിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് 3 അടുപ്പിൽ ഇവർ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കും. 4ാമത്തെ ആ അടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? இதுதான் உங்களுக்கு வந்து பழங்காலத்தில் உள்ளது, இப்போ உள்ளது கிடையாது. இது விறகு வச்சு சமைக்கக்கூடியது. இதெல்லாம் விறகு வச்சு சமைக்கிறது அந்த காலத்து. இதான் ஆதி காலத்தில் 300 வருஷத்துக்கு முன்னாடி உள்ள அடுப்புங்க. ഓ 300 വർഷം മുമ്പുള്ള അടുപ്പാണ് കേട്ടോ. இது ஆனால் இப்போ இது டேமேஜ் ஆயிடுச்சுனால இப்போ ரிப்பேர் பார்க்க போகிறோம். ശരിയാണ്, ഫുള്ള് ഡാമേജ് ആയിട്ടുണ്ട്. തടികൾക്കെല്ലാം இது ஒரு அடுப்படி. இதுக்கு நேரம் ஆப்போசிட்டில் அங்கே ஒரு அடுப்பு, அதுக்கு நேரம் அந்த லாஸ்ட்டில் ஒரு அடுப்பு. ஒரு ரூம் வீடாகவே இருக்கும், ஆனால் வேறு ஆள் வாடகைக்கு இருக்காங்க. அது ஒரு அடுப்படி. அதுக்கு நேரம் ஆப்போசிட்டில் இங்கே வந்து கிணறுக்கு பக்கத்தில் 2 അടുപ്പ് இருக்கும். சுடுதண்ணி காயப்படும். அன்னைக்கு കറണ്ട് ഇല്ലേ. ഓ മനസ്സിലായില്ലേ, ചൂട് വെള്ളം തയ്യാറാക്കാൻ വേണ്ടി മാത്രം ഒരു അടുപ്പുണ്ട്. അതാണ് ആ അടുപ്പ് എന്ന് പറഞ്ഞത്. അതായത് 3 അടുപ്പിൽ മാത്രമേ ഇവർ പാചകം ചെയ്യത്തുള്ളൂ. ഒരടുപ്പിൽ ചൂട് വെള്ളത്തിന് വേണ്ടി മാത്രം. അതായത് തൊട്ടടുത്തൊരു കിണറുണ്ട്, ആ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ചൂടാക്കി ഉപയോഗിക്കുന്നതിനായിട്ടാണ് അവിടെ ഒരു അടുപ്പ് വെച്ചിരിക്കുന്നത്. இந்த வீடு வந்து ஸ்கொயரில் இங்கே இது 100 இப்படி 100 இப்படி 100ன்னா அந்த மாதிரி கரெக்டாக ஸ்கொயர் டைப்பில் உள்ள வீடு. ஒரு நீட்டமாக இல்லை. ഓ ശരി ശരി, കറക്റ്റ് സ്ക്വയറിൽ ഇരിക്കും. ഓ ഇദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് കറക്റ്റ് സ്ക്വയറിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മളുടെയൊക്കെ വീട് കണ്ടില്ലേ, നീട്ടം പകുതി അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയല്ല. ഇത് ഫുള്ള് ഒരു സ്ക്വയർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. 1 പോർഷൻ 100 ആണെങ്കിൽ ഇങ്ങനെ പോർഷൻസ് എല്ലാം 100 രീതിയിൽ സ്ക്വയറിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. കാരണം ഈ വീട് ഒരുപാട് കാണാനായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. നമുക്ക് ഓരോന്ന് വിശദമായിട്ട് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങളും എത്ര ഇതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓരോന്ന് കാണാം. ബാ, നമ്മൾ ആദ്യം ആഹാരം കഴിക്കുന്ന ആ ഒരു സ്ഥലം കണ്ടില്ലായിരുന്നോ, എന്നുവെച്ചാൽ ഹോള് പോലെ. അവിടുത്തെ എന്താ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ചെട്ടിയാർ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ വരുമ്പോൾ ചെട്ടിയാർ ഫാമിലി മെമ്പേഴ്സിന് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സ്ഥലമാണ്. ഇപ്പം ഈ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ്, അതായത് ഗ്രാമവാസികളൊക്കെ ഇല്ലേ, ഗ്രാമവാസികൾ, ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, അവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അവർക്ക് ഒത്തുകൂടാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പം ഈ കാണുന്നത്. നമ്മൾ ഇപ്പം ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലോട്ട് പോവാണ്. ഇദ്ദേഹമാണ് ഈ ഒരു വീട് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ബാ, നമുക്ക് അപ്പം മേളിലോട്ട് പോവാം. ഇതെല്ലാം കല്ല് കൊണ്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അതുവരയ്ക്ക് കല്ല്, ഇതിലെന്ത് പലക. ഓ, ഇതെല്ലാം ഇപ്പം നമ്മൾ കയറി വന്നത് കല്ലും ഇതും എല്ലാം പലകയാണ് കേട്ടോ. മേളിലോട്ടെല്ലാം പലക. ഇല്ല, ഇത് ഞാൻ ഇത് പോട്ടിട്ട് ഇത് നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്നത് മുകളിലത്തെ നിലയാണ് കേട്ടോ. ഇതെല്ലാം സ്റ്റോറേജ് റൂമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തന്നത്. ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുക കേട്ടോ. നമുക്ക് അതിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല, എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റോറേജ് റൂമാണ്. ഇത് ഇതിൻ്റെ ഒരു റൂമാണ് അല്ലേ? நான் சொல்கிறேன், அப்புறம் நீங்கள் திருப்பி சொல்லிடு. இது உள்ள ஃபுல்லாகவே இந்த இப்போ ஒரு பெண்ணுக்கு சீர்வரிசை செய்கிறோம்ல, புரியுதுல்ல? இல்லை தெரியல. ஒரு பெண்ணு கல்யாணம் பண்ணுறோம்ல, அப்போ அவங்களுக்கு சீர்வரிசை கொடுக்கணும்ல, பாத்திரங்க எல்லாம் சீர்வரிசை. பெண்ணு இப்போ சீதனம் கொடுக்குறாங்கல்ல, சீதனமெல்லாம் இந்த மாதிரி இதுங்களுக்குள்ள தான் வச்சுருந்துட்டு ஒவ்வொரு ரூமும் அதுக்கு தான். இந்த இருக்கிற ரூம் இந்த சைடு எத்தனை, 1 2 3 5 ரூம் இருக்கா, 6 ரூம் இருக்கா, இதே போல் அந்த சைடும் இருக்கு. இதில் வந்து அந்த சீர்வரிசை இப்போ உங்கள் பொண்ணு கல்யாணம் பண்ணி கொடுக்க போகிறாங்கன்னா இந்த சீர்வரிசையை எடுத்து இதில் வச்சுருப்பாங்க நெடுக. வெளியிலேருந்து வரவங்க அந்த பொண்ணுக்கு நல்லா சீர்வரிசை கொடுத்தாங்கன்னு பார்த்துக்கிட்டே போவாங்க. அதுக்கானது தான் இந்த ഇത്. മനസ്സിലായി. അപ്പൊ വിവാഹം കഴിച്ച് വിടുമ്പോൾ അവർ കൊടുക്കുന്ന, അതായത് സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ വെക്കുന്ന ഒരു സ്റ്റോർ റൂമാണ് ഇത്. ഇതിനകത്ത് നിറച്ച് ആ കുട്ടിക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളായിരിക്കും. അതായത് പാത്രങ്ങൾ, അവരുടെ ആ ഒരു കാലത്തുണ്ടായിരുന്ന സാധനങ്ങൾ അത്രയും. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് റൂമുകൾ കണ്ടില്ലേ, ഇതേപോലെ തന്നെ സെയിം റൂമുകളാണ് അവിടെയും കാണുന്നത്. അതായത് ഈ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ കെട്ടിയിരിക്കുന്ന ഫുള്ള് റൂം. സ്ത്രീധനത്തിന് തമിഴിൽ എന്താ പറയാ? சீர்வரிசை. ശ്രീധനം. ഓക്കെ. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇങ്ങനെ എടുത്തു വെക്കും.
ഈ റൂമുകളിലെല്ലാം ഉള്ളത് എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിലെ വഴി പോകുന്നവരെല്ലാം കണ്ട് അല്ലേ? അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. എനിക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഭാഷയിലാത്തതുകൊണ്ട് കുറേയൊക്കെ എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മനസ്സിലായി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നടന്ന് വന്നില്ലേ, ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് സ്ത്രീധനം കൊടുക്കാനായിട്ടുള്ള അറകൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ളതെല്ലാം ആ കൊച്ച് கொடுத்தாണ് இவிடுந்து விடுന്നത്. கொடுக்கறதுக்கு இங்கே தான், வர்றது இங்கே தான். இப்போ உங்களுக்கு கொடுத்தாச்சு, இன்னொரு பெண்ணு வந்துச்சுன்னா இங்கே வைக்கிறது. ஓ சரி சரி. நான் வந்து 83ல் இங்கே வந்தேன், 14 வயசு உங்கள் வீட்டுக்கு வரும்போது. ആണോ? അന്ന് നാൾ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്? அப்போல்லாம் ஃபுல்லாக இருந்து எல்லாம் கொடுத்து போயிடுச்சு. ഓ ശരി ശരി. ஃபுல்லாகவே பொருள் இருந்தது. മനസ്സിലായി മനസ്സിലായി. നമ്മളിപ്പോ കണ്ടല്ലേ, അദ്ദേഹം ഏതാണ്ട് 14 വയസ്സിൽ ഈ ഒരു കൊട്ടാരത്തിൽ വന്നതാ. അപ്പൊ അദ്ദേഹം ഇതൊക്കെ കണ്ടിട്ടുണ്ട്, എന്താണ് ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെമ്പിള്ളാര് കൂടുതലായതുകൊണ്ട് എല്ലാം കൊടുത്ത് അറയിലെ സാധനങ്ങളെല്ലാം തീർന്നു, ആമ്പിള്ളാര് കുറവായതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു, അങ്ങനെ ഫുൾ തീർന്നു പോയി എന്നാ പറഞ്ഞത്. എന്തോ ഒന്നും കൂടെ പറഞ്ഞു, എന്താ പെണ്ണിരുന്ന ചെലവ് ആണിരുന്ന വരവ്, അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അവിടെ നിന്ന് കയറി വന്ന കവാടത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ഓപ്പൺ ഏരിയ ആണ് നിങ്ങളിപ്പോ കാണുന്നത് അല്ലേ? இது வந்து 300 வருஷத்துக்கு முன்னாடி உள்ளவர். அதாவது இந்த ஜமீன்தாருக்கு ஐயா, பாட்டையா. ഓ ജമീന്ദാരുടെ മുത്തച്ഛനാണ് ഈ ഇരിക്കുന്നത്. ഇത് சொல்லிடுறேன், இது வந்து ஜமீன்தாருடைய ஹால். கெஸ்ட்டு, அதாவது இப்போ பெரிய ஆட்கள் வந்தால் இங்கே தான் வந்து அவங்க பேசுகிற மீட்டிங் மாட்டான். ஓ சரி. அந்த மாதிரி உள்ள ஹால். മനസ്സിലായി. ഇത് அதெல்லாம் வந்து நேச்சுரல் பெயிண்ட்டு, அந்த வெஜிடபிள்ஸ் பெயிண்ட்னு சொல்லுவாங்க, பச்சளை. മനസ്സിലായി. அது இது எல்லாமே ரவிவர்மா படம். இதை தவிர்த்து 10 பூரா ரவிவர்மா படம் தான். എന്താ പടം? ரவிவர்மா. രവിവർമ്മയുടെ പടമാണ് ഇരിക്കുന്നത്. இதெல்லாம் ரவிவர்மா படம். அது இதெல்லாம் അദ്ദേഹം വരച്ചു കൊടുത്ത പടങ്ങളോ? அவர் ஒரிஜினலும் இருக்குதுல்ல, 2 എണ്ണം ഒറിജിനൽ இருக்குது. എന്താണെന്നോ, ഈ ഇരിക്കുന്ന പടങ്ങളെല്ലാം രാജാരവിവർമ്മ വരച്ചു കൊടുത്ത പടങ്ങളാണെന്നാ പറഞ്ഞത്. അതായത് 300 വർഷങ്ങൾ പഴക്കമുള്ള ചിത്രങ്ങളാണ്. ഈ ഇരിക്കുന്നത് നമ്മുടെ ജമീന്ദാറിന്റെ മുത്തച്ഛനാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോളില്ലേ, ഈ ഹോള് ജമീന്ദാറിന്റെ ഹോളാണ്. അതായത് മീറ്റിംഗ് കാര്യങ്ങൾ, അദ്ദേഹത്തിന് കാണാൻ വരുന്ന വിസിറ്റേഴ്സ് ഒക്കെ അലോ ചെയ്യുന്നത് ഈ റൂമിലാണ്. ഈ റൂമിൽ ഇരുന്നിട്ടാണ് മീറ്റിംഗ് കൂടുന്നതും അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ റൂമിലാണ്. അതുകൊണ്ടാണ് ജമീന്ദാർ ഹോൾ എന്ന് പറഞ്ഞത്. ഈ പിക്ചറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത്, ഇതൊക്കെ രാജാരവിവർമ്മയുടെ ഒരു പടങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ചക്കറി അല്ലെ, പച്ചയിലകൾ. നാച്ചുറൽ പെയിന്റ് കൊണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം രാജാരവിവർമ്മയുടെ പടങ്ങളാണ്. ഈ കണ്ണാടികളെല്ലാം ബെൽജിയം കണ്ണാടിയാണ് അല്ലേ? ശരിയാണ്, ബെൽജിയം കണ്ണാടിയിൽ നോക്കുന്നതാണ് ഒറിജിനൽ ലുക്ക്. അതുകൊണ്ട് വേണമെങ്കിൽ നോക്കിയോ. ഇത് ഇത് മാട്ടുடைய കൊമ്പ്, ഒറിജിനൽ കൊമ്പ്. മാട്ട് മീൻസ് மாடு கொம்பு, மாடு. ஓ மாடு. அதனுடைய கொம்பு. இது கோட் ஸ்டாண்ட். ഓ ശരി. കോട്ട് സ്റ്റാൻഡ്. ഇത് ഒറിജിനൽ മൃഗത്തിന്റെ കൊമ്പാണ്. ഇത് ഇവിടെ ഉപയോഗിക്കുന്ന വെച്ചാൽ നമ്മൾ ഹാങ്ങർ യൂസ് ചെയ്യുന്ന പോലെ അന്നത്തെ കാലത്ത് കോട്ട് സൂട്ടൊക്കെ ഇങ്ങനെ വിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. இது சொல்கிறேன், அப்புறம் நீங்கள் இன்னும் படிச்சுக்கலாம். லைட் போட்டு வரேன். கவர்னர் போட்டா ஷூட்டு, கவர்னர் மாளிகைக்கு மட்டும்தான் இருக்கும் போட்டா ஷூட்டு. இது ஜமீன்தார், இது ஜட்ஜி, இது கணக்கப்பிள்ளை, இவங்கெல்லாம் வந்து கோர்ட்டிலேருந்து வந்தவங்க. ഓ ശരി. അതായത് ഇത് മദ്രാസ്, അന്നത്തെ ടൈമിൽ മദ്രാസിൽ എവിടെയാ? മെഡ്രാസ്, ബാംഗ്ലൂർ ഗവർണർ ഫോട്ടോ ഷൂട്ട്. ഓ അതായത് മദ്രാസിൽ ബാംഗ്ലൂരിൽ ഗവർണറുടെ ഫോട്ടോഷൂട്ടാണ്. ഇദ്ദേഹമാണ് ജമീന്ദാർ, ഇദ്ദേഹം അവിടുത്തെ ജഡ്ജി, ഇദ്ദേഹം അവിടുത്തെ കണക്കപ്പിള്ള. പിന്നെ ഇതെല്ലാം എന്താ പറയുക, കോടതിയിൽ ജോലി ചെയ്യുന്നവരാണെന്നാണ് പറഞ്ഞു തന്നത്. ഈ ഫോട്ടോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഗവർണറുടെ മാളികയിൽ എടുക്കുന്ന ഫോട്ടോസ് പുറത്ത് പോകത്തില്ല. ആ മാളികയിൽ എടുക്കുന്ന ഫോട്ടോസ് അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ അതാണ് നമ്മളുടെ ജമീന്ദാറിന്റെ കൂടെ ഇരിക്കുന്ന ഈ ഒരു ഫോട്ടോസ്. അത് ഇവിടെ വന്നത് ആദ്യമായിട്ട്, അതായത് ഈ നാട്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. അതാണ് പറഞ്ഞു തന്നത്. തന്നെയാണോ? അപ്പോൾ ഉള്ളതാണോ? ഇത് வந்து ஒரு 100 வருஷத்துக்குள்ள உள்ளது.
ஆனால் இந்த பெட்ரூமுக்கு வந்து கரண்ட் இல்லாததுக்கு முன்னாடியே கரண்ட் வந்ததுக்கப்புறம் அட்டாச் பாத்ரூம்னு கட்டினது இந்த வீட்டில் மட்டும்தான். ஓ, அதை காமிக்கிறேன், அப்புறம் நீங்கள் பேசுங்க வாங்க. இப்போ வந்து அதை ரிமூவ் பண்ணிட்டோம். அப்போ வந்து இந்தியன் பாத்ரூம் தான். இப்போ நாங்கள் இப்போ தான் ஒரு 2 மாதம் தான் ஆகுது உடச்சிட்டு. இந்த பக்கம் பாத்ரூமும் இது குளிக்கிற ரூமும். அதாவது கரண்ட் வந்ததுக்கப்புறம். ஓ சரி சரி. இந்த நாட்டிலே கரண்ட் வந்ததுக்கு அப்புறம் ஏன்னா கரண்ட் இல்லாதபோது டேங்க் கிடையாது, தண்ணி வராதுல்ல. ഓ ശരി ശരി. എടുത്തോ. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ശരിക്കും ജമീന്ദാറിൻ്റെ റൂം. അദ്ദേഹത്തിൻ്റെ റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഈ ആംഗിൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കരണ്ട് വന്നതിന് ശേഷം ഈ നാട്ടിലെ തന്നെ ആദ്യത്തെ അറ്റാച്ച്ഡ് ബാത്റൂം, അതായത് അതാണ് ആ കാണുന്നത്. അതായത് കരണ്ട് വന്നതിന് ശേഷം ആദ്യത്തെ ബാത്റൂം, അതായത് വീടിനകത്തുള്ള ആദ്യത്തെ ബാത്റൂം ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അതാണ് ഈ കാണുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് റിനോവേറ്റ് ചെയ്തു, അപ്പുറത്ത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടം ഒക്കെ അതുപോലെ തന്നെ, ഇവിടെയാണ് കുളിക്കുന്ന സ്ഥലം, ഇപ്പുറത്ത് ടോയ്ലറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. இந்த ரூமு ஜமீன்தாருடைய பெட்ரூமு. இங்கே வந்து பெட்டு இப்போ வந்து அந்த கட்டில் இங்கே கிடையாது, மெட்ராஸில் இருக்குது. இதனுடைய கட்டிலுக்கு வந்து கரண்ட் இல்லாத காலங்களில் விசிறி மாட்டம் வீசுறது. அது வந்து அதில் மேலேருந்து ஒரு கயிறு போட்டு அப்படியே அந்த கயிறு போட்டு அந்த இதில் போட்டு கீழே இருந்து இழுத்தாங்கன்னா இது அப்படியே வீசும். கரண்ட் அப்படியே வந்து அந்த சாமிக்கு வீசுகிற மாதிரி இப்படி வீசுறது. இது வந்து நானே பார்த்துருக்கேன் அந்த കട്ടിൽ ഇരുന്നത്. ഇത് ജമീന്ദാരുടെ റൂമാണോ? ഈ ജമീന്ദാർ റൂമിനകത്ത് കറണ്ട് ഇല്ലാത്ത സമയത്ത് കാറ്റ് കൊണ്ട് രീതി ഞാൻ പറഞ്ഞിട്ട് ഈ കാണുന്നതാണോ? ഇതിന് മുകളിലായിട്ട് ഒരു ഹൂക്ക് കാണാൻ കഴിയണം. 1 2 ഇവിടെ ഒരു വെഞ്ചാമരം പോലെ സാധനം ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ആ വെഞ്ചാമരം കയറ് കൊണ്ട് ഈ ഹോളിൽ കൂടെ താഴെ ഇടും. താഴെ ഇട്ട് അവിടെ നിന്ന് ആള് നിന്ന് വലിക്കുമ്പോൾ ഈ വെഞ്ചാമരം അങ്ങോട്ടുള്ള ആടുന്ന കാറ്റ് കൊണ്ടാണ് അന്ന് ഇവിടെ ആള് കടന്നിരുന്നത്. ജമീന്ദാരെ കടന്ന് ഉറങ്ങിയിരുന്നത്. കറണ്ട് വരുന്നതിനുള്ള ഒരു ടെക്നോളജി. ഓക്കെ, இதெல்லாம் அன்னோட்டே உண்டோ? ஆமாம். இட்டாலியா பிளாக் கிரைனட், இட்டாலியா மார்பிள், இட்டாலியா பிளாக் கிரைனட் தோணு ஜெர்மன்ல இருந்து கொண்டாந்த கம்பி. ஆனால் செஞ்சது இங்கே ரிவீட் கேட்டு. ஓ சரி சரி. இது ஃபேன் லைட் எல்லாம் இங்கிலாந்து. அந்த கல்யாண ஃபோட்டோ யாருடையது? அது இப்போ இருக்கிறவங்களுடைய அம்மா அப்பா. ஓ சரி சரி. அது இருக்காதா? இல்லை, இப்போ ஜென்ரேஷனில் இப்போ இருக்காங்கல்ல. ஓ, இப்போ முதலாளியாக இருக்கவங்களுடைய அம்மா அப்பா கல்யாணம். அம்மா அப்பா 61 நடந்தது. 61 சரி சரி. சென்னை. இது கிணறு. அது வந்து தான் அந்த சுடு தண்ணி காய வைக்கிற அடுப்புன்னு சொன்னது. ஓகே ஓகே. இதில் கிணத்துல தண்ணி இறைச்சி இதில் ஊற்றிட்டா அந்த பக்கம் ഡ്രമ്മിൽ ഊത്തും. அவங்க മോണ്ട് കുളിക്കരുത്. ഓ ശരി ശരി. അതായത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഈ ഒരു ഓവൻ പോലെ ഇരിക്കുന്നുണ്ട്, അതിനകത്ത് ഒഴിക്കുമ്പോൾ അപ്പുറത്ത് വലിയൊരു ഡ്രം ഉണ്ട്, അത് നിറയും. അതിനകത്താണ് കുളിക്കുന്നത്. പിന്നെ ഇവിടെയാണ് ആ വെള്ളം ചൂടാക്കാനായിട്ട് ഇപ്പം എടുത്തിരിക്കുന്ന സ്ഥലം. അങ്ങനെ മൊത്തം 4 അടുക്കള അല്ലേ? 4 അടുക്കളയുള്ള വീടാണ്. അതിൽ 3 അടുക്കളയിൽ മാത്രമേ പാചകം ചെയ്യുന്നുള്ളൂ. ഈ അടുക്കളയിൽ പാചകം ചെയ്യാറില്ല. അത് ഈ ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള അടുക്കള. അന്നേരം കമന്റ് ഷെയർ ചെയ്തോ. ഇന്നും 2 സമ്മാനമുണ്ട് നമ്മളെ മറിയാസിന്റെ അല്ലേ? എന്തൊക്കെയാണ്? ഒന്ന് റോസ്മേരി വാട്ടറും. ഇതാണ് ഒരു ഷാമ്പു ആണ്. ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുളസിയും പിന്നെ ഉലുവയും കൂടെ ചേർന്നിട്ട്, രണ്ടും കൂടെ ചേർന്നിട്ടുള്ള അടിപൊളി ഒരു ഷാമ്പു ആണ്. നമ്മുടെ ഡാൻഡ്രഫിനൊക്കെ നിന്ന് നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ മറിയാസിന്റെ ഷാമ്പു. പിന്നെ നമ്മൾ ഓരോന്നും ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശം വേണമെങ്കിൽ അവരെ വിളിക്കാം. അവരെ കോൺടാക്ട് നമ്പറും അവരുടെ വെബ്സൈറ്റിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അവരെ വേണമെങ്കിൽ വിളിക്കുകയും ചെയ്യാം കേട്ടോ. അന്നേരം റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റമുണ്ടോ? നമ്മൾ ഇത് ശരിക്കും ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെളുക്കും അങ്ങനെയല്ല പറയുന്നത്, ഒരു മോയ്സ്ചറൈസർ ആയി നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു മോയ്സ്ചറൈസർ ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാം. മേക്കപ്പ് റിമൂവർ ആയിട്ട്. ഇത് രണ്ടുമാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ എവിടെ പോകാൻ പോകുന്ന നേരത്തെ? പുതുക്കോട്ടை. അടുത്ത നമ്മൾ 6ാമത്തെ അല്ലേ? ആറാമത്തെ തമിഴ്നാട് ജില്ലയാണ്. പുതുക്കോട്ടയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിലാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അന്നേരം ARM ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു.